കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി നമ്മിലേക്ക് വെളിപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ പിശാച് അടച്ചു വെച്ചിരിക്കുന്ന എല്ലാ വാതിലുകളും കർത്താവ് തുറക്കാൻ പോകുന്നത്. അപ്പോസ്തലൻ പൗലോസ് പ്രകാരം പറയുന്നു, റോമ 1:16, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്. വിശ്വസിക്കുന്നവർക്കാണ് സുവിശേഷം ദൈവശക്തിയായി മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സുവിശേഷം കേൾക്കുവാൻ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്കും തലമുറയിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും ഇറങ്ങാൻ പോവുകയാണ്. അതാരെല്ലാം ദാഹത്തോടെ സ്വീകരിക്കുന്നുണ്ടോ അവരുടെ ജീവിതങ്ങളെ കർത്താവ് മാറ്റി മറയ്ക്കാൻ പോവുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ സമയം നമുക്ക് നൽകിയിട്ടുള്ളൊരു ആലോചന പ്രകാരമാണ്. ഞാൻ സീനായി മുണ്ടൂർ ധ്യാന സെന്ററിൽ നിന്ന് വിളിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ തൻ്റെ ജനത്തോട് കർത്താവ് നൽകുന്ന സന്ദേശപ്രകാരമാണ്. അത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യമാണ്. വചനം ഇപ്രകാരമാണ്: കർത്താവെ, അങ്ങയെപ്പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെപ്പറ്റിയും കേട്ട് ഞാൻ ഭയന്നു. ഞങ്ങൾ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ, ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ. കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സുവിശേഷമായ അനേകം സ്ഥലങ്ങളിൽ പോകുമ്പോൾ അനേകം ആത്മാക്കളുടെ ഒരു വേദനയാണ്, സഹോദരാ, ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എല്ലാ വിധത്തിലുള്ള ഭക്താഭ്യാസങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. അനേകം കുടുംബങ്ങളിൽ മാതാപിതാക്കളുടെ വേദനയാണ്, മക്കൾ കർത്താവിലേക്ക് വരുന്നില്ല, അവർക്ക് പഠിച്ചിട്ട് വേണ്ടത് ലഭിക്കുന്നില്ല, നല്ല ജോലി ലഭിക്കാൻ, അതുപോലെ വിവാഹപ്രായമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അനേകം വ്യക്തികൾക്ക് സാമ്പത്തികമായി കടബാധ്യതയാണ്, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. അനേകം വ്യക്തികൾക്ക് സ്വന്തം ജീവിത പങ്കാളിയോട് പോലും ക്ഷമിക്കാൻ പറ്റുന്നില്ല, കൃപ ലഭിക്കുന്നില്ല. അനേകം വ്യക്തികൾക്ക് സ്വപ്നങ്ങളൊന്നും നടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം വേദനയോടെ കടന്നു പോകുന്ന അനേകം വ്യക്തി ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവപ്രവൃത്തി വെളിപ്പെടാതെ വരണ്ട അവസ്ഥയിൽ കിടക്കുന്ന അനേകം മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അവർക്കുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമാണ് ഇന്ന് ഇവിടെ വെളിപ്പെടാൻ പോകുന്നത്. കരങ്ങളുയർത്തി ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 44-ാം അധ്യായം 3-ാം വാക്യം: വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങി നിൽത്ത അരുവികളും ഞാൻ ഒഴുക്കും, നിന്റെ മക്കളുമേൽ എൻ്റെ ആത്മാവും നിന്റെ സന്തതികളുമേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. എന്താണ് അവിടെ പറയുന്നത്? ഉണങ്ങിയ നിലത്ത് ഞാൻ അരുവികൾ ഒഴുക്കും. വരണ്ട പ്രദേശത്ത് കർത്താവ് പറയാണ്, നിന്റെ ജീവിതത്തിൽ വരണ്ട അവസ്ഥയിലാണോ? ഉണങ്ങിയ നിലമാണോ? ഒരു പാഴ്നിലം പോലെയാണോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, വേദനിക്കരുത്, ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ ഇന്നോളം തുറക്കപ്പെടാത്ത വാതിലുകൾ തുറക്കാനാണ് ഞാൻ നിന്നെ ഇന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി ശക്തിയോടെ വിളിച്ചേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ വിളിച്ചോ, യേശുവേ, യേശുവേ. ഇന്ന് കർത്താവ് നമുക്ക് ഉത്തരം നൽകും. ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്വീകരിക്കുക. കർത്താവ് വെറുതെ ഒന്നും പറയുകയില്ല, കർത്താവ് പറഞ്ഞാൽ സംഭവിക്കും. എസെക്കിയേൽ 12:25, കർത്താവ് ഞാൻ പറയുന്നു സംഭവിക്കും, താമസം ഉണ്ടാവുകയില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ വീശി പറഞ്ഞേൻ, യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് സന്തോഷമായി, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ ജോബിച്ചൻ പ്രത്യേകം പറഞ്ഞു, ഇവിടെ ധാരാളം മക്കൾ, പ്രത്യേകിച്ച് അക്രിസ്ത്യ സഹോദരന്മാർ കർത്താവിന്റെ വചനം കേൾക്കാൻ വരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം അവരോട് സുവിശേഷം പറയാനാണ്. കാരണമുണ്ട്, ഇത്രമാത്രം ഹൃദയത്തുറവിയോടെ ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുന്ന വ്യക്തികളെ ഞാൻ അധികം കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ മഹാരാഷ്ട്രയിലൊക്കെ പലപ്പോഴും പോകാറുണ്ട്. അവിടെ ബലാപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ധ്യാന സെന്ററിൽ ഞാൻ പലപ്പോഴും പോകാറുണ്ട്. അവിടെ വരുന്നത് 60% ഹൈന്ദവരാണ്. പ്രിയപ്പെട്ടവർ, കർത്താവിന്റെ വചനം കേൾക്കാൻ ആർപ്പോടെയാണ് അവർ കടന്നു വരുന്നത്.
അവർ പരിശുദ്ധാത്മ നിറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് ഏറ്റു പറയാം. കർത്താവേ, അങ്ങയെ പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെ പറ്റിയും കേട്ട് ഞാൻ ഭയന്നു. ഞങ്ങളുടെ നാളുകളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ ദേശത്ത്, ഈ ആലയത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, നിലവിളിക്കാൻ തയ്യാറാണോ? അത് വെളിപ്പെടും. പൊട്ടിക്കരഞ്ഞ് ദൈവസന്നിധിയിൽ എളിമപ്പെടാൻ തയ്യാറാണോ? കർത്താവ് തന്റെ പ്രവൃത്തി വെളിപ്പെടും. മെഡ്ജൂറിയിൽ വെച്ച് ഞാൻ എൻ്റെ എല്ലാം സറണ്ടറാക്കി ഞാൻ നിലവിളിച്ചു, കർത്താവേ ഞാൻ ഒന്നുമല്ല, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകും? നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ഇറങ്ങി വന്നു. നമ്മളിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നുമല്ല, കർത്താവിന്റെ കരുണയാണ് ഇവിടെ ആയിരിക്കുവാൻ നമ്മെ അനുവദിച്ചിട്ടുള്ളത്. ശരിയാണോ? നമ്മൾ എന്നേ ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരുണയാണ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. വീണ്ടും യോഹന്നാൻ 7:21 വചനം പറയുന്നു, യേശു പ്രതിവചിച്ചു, ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു, അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു. യേശു പറയാണ്, ഞാനൊരു പ്രവൃത്തി ചെയ്തു, അത് നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന പ്രവൃത്തിയാണ്. യേശു ക്രിസ്തുവിന്റെ സകല പ്രവൃത്തികളും ഒരു അത്ഭുതമാണ്. ദൈവമക്കൾക്ക് ഒരു ആശ്ചര്യമാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങൾ നാളുകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഒരു ആശ്ചര്യമാണ്. കാരണം ലോകത്തിന്റെ വ്യക്തികൾ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയുമല്ല യേശു ചെയ്യുന്നത്. യേശു ചെയ്യുന്നത് അതിസുപ്രധാനമായ സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങളാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അത് നമ്മിൽ ഇന്ന് വെളിപ്പെടുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നവർ ആർപ്പോടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗം അത് കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെറ്റി പറഞ്ഞ കർത്താവേ, കർത്താവേ, അങ്ങയുടെ വചനങ്ങളിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. എന്റെ മക്കളിൽ, എന്റെ ഭവനങ്ങളിൽ, എന്റെ ജീവിതത്തിൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പ്രഭാഷകൻ 36:19 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷത്താൽ സിയോനെ നിറയ്ക്കണമേ. ആരാണ് സിയോൻ? പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ തന്നെയാണ്, ദൈവമക്കളാണ്. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം, അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ പരിശുദ്ധാത്മാവ് വഴിയായി സംഭവിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുദിനം അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം സംഭവിക്കുക തന്നെ ചെയ്യും. ഈ വചനം വലതുകരം ഉയർത്തി എല്ലാവരും ഏറ്റു പറയുന്നു, കർത്താവേ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് ആഘോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് ശക്തിയോടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം ദൈവശക്തിയാൽ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ, ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ, ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. മാടപ്രാവ് പോലെ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ചിറകടിച്ചിറങ്ങണമേ, ചിറകടിച്ചിറങ്ങണമേ, ചിറകടിച്ചിറങ്ങണമേ. ഒരു ഉണർവിന്റെ കാറ്റ് വീശണമേ. Lord, anointing glory, power of the Holy Spirit. Touch, Holy Spirit. പരിശുദ്ധാത്മാവേ, അനേകർക്ക് കർത്താവ് പുലർക്കാലങ്ങളെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കയ്യടി കർത്താവ് കൊടുത്തു, നല്ലൊരു കയ്യടി. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? ദൈവസന്നിധിയിൽ നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക. ദൈവസന്നിധിയിൽ ആരാണ് പ്രവൃത്തികളാൽ നിറയുന്നത്? ദൈവപ്രവൃത്തികൾ ആരാണ് നിറയുന്നത്? അപ്രകാരം ഉള്ള ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ അനേകം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ലോകം അതിന്റെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവജനം ഉണരേണ്ട സമയമായി. ലോകത്തിൽ കർത്താവിന്റെ വചനങ്ങളെല്ലാം നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് മാർക്കോസ് 13:31 ആകാശം ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അതുകൊണ്ട് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ഇന്ന് സ്വീകരിക്കാൻ പോകുന്നത്. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. മാറ്റമില്ല. ആ വചനം അഗ്നിയാണ്, പാറയെ തകർക്കുന്ന കൂടമാണ്. ആ വചനത്തിന്റെ അഗ്നി നമ്മിൽ വെളിപ്പെടുവാൻ ദാഹത്തോടെ ആയിരിക്കുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അവിടെ 23 വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ദാനിയേൽ 3:23. ദാനിയേലിന്റെ 3 കൂട്ടുകാരുടെ പേരാണ് ശദ്രാഖ്, മെശാഖ്, അബ്ദനഹോ. നിങ്ങൾ വായിച്ചിട്ടുള്ള വചനങ്ങളാണ്. ഈ ദാനിയേലിന്റെ 3 കൂട്ടുകാരുടെ പ്രത്യേകതയുണ്ട്. ദാനിയേലിനെ പോലെ തന്നെ അവർ വിശുദ്ധരാണ്. അവർ കർത്താവിന്റെ മുമ്പിൽ മാത്രമേ മുട്ടുമടക്കൂ, ഒരു വിഗ്രഹത്തിന് മുമ്പിൽ മുട്ടുമടക്കില്ല. അങ്ങനെ നബൂഖദ്നേസർ രാജാവ് അവിടെ ഒരു വിഗ്രഹത്തെ പണിയുന്നു. അങ്ങനെ രാജാവ് ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയാണ്. ഈ വിഗ്രഹത്തെ കുമ്പിട്ട് ആരാധിക്കാത്ത വ്യക്തികളെല്ലാം തീച്ചൂളിൽ എറിയപ്പെടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദാനിയേലിന്റെ 3 കൂട്ടുകാരെയും അവർ പരിശോധിക്കുകയാണ്. എല്ലാവരും കുമ്പിട്ട് ആരാധിക്കുന്നു. എന്നാൽ ദാനിയേലിലെ 3 കൂട്ടുകാരന്മാർ അവർ ആരാധിക്കുന്നില്ല. ദൈവമായ കർത്താവ് അവർ പ്രത്യേകമായി അഭിഷേകം ചെയ്തു. പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ മുമ്പിൽ മുട്ടുമടക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി വേണം. വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. നേരത്തെ സ്തുതിക്കുന്ന സമയത്ത് അനേക സ്ഥലങ്ങളിൽ ഒരു അഗ്നി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവിടെ എല്ലാം ഒരു അഗ്നി ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മന് അഗ്നി ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകത്തിന്റെ തിന്മയുടെ മേൽ അധികാരം ലഭിക്കുന്നത്. നമ്മൾ വീണു പോകുകയില്ല. അല്ലെങ്കിൽ നമ്മൾ അറിവുണ്ടായിരിക്കും, വചനമൊക്കെ ചിലപ്പോൾ അറിയും. പ്രിയപ്പെട്ടവരെ, ആ വചനം നമ്മിൽ കൃപയായി വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഫെലോഷിപ്പിലേക്ക് കടന്നു വരുമ്പോഴാണ്. 2 കൊരിന്തോസ് 13:13 വചനം, ദൈവപിതാവിന്റെ സ്നേഹവും യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ഫെലോഷിപ്പ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത്. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലുള്ള ചില വ്യക്തികളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അവർ മാത്രം കരമേറ്റി ശക്തിയോട് പറഞ്ഞു ഹല്ലേലൂയ. യേശു അഭിഷേകം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവർ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, ഞങ്ങൾ ഒരിക്കലും വിഗ്രഹത്തെ ആരാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, രാജാവ് തന്റെ ഭടന്മാരെ വിളിച്ചു പറഞ്ഞു എനിക്കിവർ ഇഷ്ടമാണ്, എന്നാൽ ഇവർ എന്റെ കൽപ്പന പാലിക്കുന്നില്ല. അതുകൊണ്ട് ഇവരെ കത്തുന്ന തീച്ചൂളിൽ എറിയണം. കത്തുന്ന തീച്ചൂള പ്രിയപ്പെട്ടവരെ, അതൊരു സഹനാഗ്നിയാണ്. അത് വെറൊരു ചൂളയല്ല. അത് ദൈവമക്കൾ ചിലപ്പോൾ കടന്നു പോകുന്ന ഒരു സഹനത്തിന്റെ അഗ്നിയുണ്ട്, ഒരു വേദനയുടെ അഗ്നിയുണ്ട്. തകർന്നു പോകരുത്, വേദനിക്കരുത്. വേദനയുണ്ട്, എനിക്കറിയാം, കണ്ണുനീരുണ്ട്. കണ്ണുനീരോടെ വന്നിട്ടുള്ള അനേകം മക്കൾ ഇന്നുണ്ട്. നിങ്ങൾ ഇപ്രകാരം ഒരു സഹനത്തീയിലാണ്. എന്നാൽ നിരാശപ്പെട്ടു പോകരുത്. ആ തീച്ചൂളയിലേക്ക് കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാണ്. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ഈ ബൈബിൾ മുഴുവൻ എന്താണ്? ഇവിടെ ദൈവമക്കൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതും ആ ആശ്രയിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നതുമാണ് ഈ ബൈബിൾ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഇതിലുള്ള സകല വാഗ്ദാനങ്ങളും എനിക്കുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറയപ്പെട്ടു ഈ വാഗ്ദാനം നമുക്കുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ അനേകരിയിരിക്കുന്നു, എനിക്ക് ഒത്തിരി സന്തോഷം. എന്നാൽ ആരിലാണ് ദൈവം തന്നെ പ്രവൃത്തി വെളിപ്പെടുന്നത് അറിയോ? നിങ്ങൾ ദൈവത്തിന്റെ വചനം സ്വീകരിക്കുക. റിസീവ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മനെ സ്വീകരിക്കുക, വചനം സ്വീകരിക്കുക. അത് ഹൃദയത്തുറവിയോടെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കരുത്, മറ്റൊരു പ്രാർത്ഥനയും വേണ്ട. ഇപ്പോൾ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുക. ഇവിടെ തീച്ചൂളിൽ കിടന്ന ഈ 3 യുവാക്കൾ, ഇവരുടെ മനോഭാവമാണ് ഒരു തീച്ചൂള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം. നിങ്ങൾ ഈ സന്ദേശം സ്വീകരിക്കാൻ തയ്യാറാണോ? യെസ്, ഓക്കെ.
പരിശുദ്ധാത്മാവിനോട് നമുക്ക് ആലോചന ചോദിക്കാം. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തട്ടെ. എൻ്റെ അറിവുകളൊന്നും നിങ്ങളെ മതിയാവുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, അവർ 3 പേർ തീച്ചൂളയിൽ കിടന്നു. അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. എന്നാൽ അവരെ ശക്തി കൊണ്ട് അത് സാധിക്കോ? സാധ്യമല്ല. അവരെ ശക്തി കൊണ്ട് അവർ സാധ്യമല്ല. അവരിലുണ്ടായിരുന്ന മനോഭാവം എന്താണ്? അവരുടെ മനോഭാവം അത് ആദ്യത്തെ മനോഭാവം അത് വിശ്വാസത്തിന്റെ മനോഭാവമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം വ്യക്തികൾ എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് ചോദിക്കാറുണ്ട്, ബ്രദർ, എൻ്റെ മകൾ ഏത് കോഴ്സ് എടുക്കണം, അവൻ ഏത് രാജ്യത്തേക്ക് വിടണം, ഏത് ജോലിക്ക് വേണം, ഏത് കല്യാണ ആലോചന സ്വീകരിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന ഇതാണ്. നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കർത്താവിന്, സംഗീതത്തിന് 37:5, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. ലൂക്ക 1:38 മറിയം പറഞ്ഞതുപോലെ, ഇതാ കർത്താവിന്റെ ദാസി. ഇപ്രകാരം ഒരു മനോഭാവത്തോടെ നമ്മുടെ ജീവിതത്തെ ആദ്യം കർത്താവിന്റെ കാൽ കീഴിൽ അടിയറ വയ്ക്കുന്നവർക്കുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ സന്ദേശങ്ങളും പ്രവൃത്തികളും. വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ ലോകത്തിന് വഴിയിൽ കടന്നുപോയി സകല ചപ്പിലും ചവറിലും കിടന്ന് എല്ലാ തിന്മകളിലും അകപ്പെട്ട് ഒരു അനുദപിക്കാതെ തിന്മ നിറഞ്ഞ ഹൃദയത്തോടെ കടന്നു വന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളെ പിശാചിന് ഭയമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതം കർത്താവിന്റെ കാൽ കീഴിൽ സറണ്ടറാക്കിയ ഒരു ദൈവ പൈതലാണോ നമ്മൾ? അങ്ങനെയുള്ള ഒരു പൈതലിനെ നോക്കി പിശാച് ഭയപ്പെടും. കാരണം അങ്ങനെ സറണ്ടറാക്കിയ ഒരു വ്യക്തിയുടെ മേൽ യേശു തന്റെ വാഗ്ദാനം, പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലർ 2:33 വർഷിച്ചിരിക്കും. അവന്റെ ഹൃദയത്തിൽ ഒരു അഗ്നിയുണ്ട്, അഗ്നി അവനെ നയിച്ചിരിക്കും. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മെഷാക്ക്, ഷദ്രാക്ക്, അബ്ദനഗോ എന്ന 3 മക്കളിൽ ആദ്യം കണ്ട ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാം പ്രിയപ്പെട്ടവരെ? ആദ്യം വിശ്വാസത്തിന്റെ വീര്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ പിശാചിനെ ആരാധിക്കാതിരുന്നത്. അതുകൊണ്ടാണ് അവർ തെറ്റായ പ്രവൃത്തിയിൽ പോയില്ല. കൂട്ടുകാർ മദ്യപിക്കാൻ ക്ഷണിച്ചിട്ടും പോയില്ല. തെറ്റായ കാര്യങ്ങൾ കാണാൻ പറഞ്ഞിട്ടും കണ്ടില്ല. തെറ്റായ കൂട്ടുകെട്ടിലേക്ക് പോയില്ല. വെറുപ്പിലേക്ക് പോയില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഫെബ്രുവരി 10:38 എന്റെ നീതിമാൻ വിശ്വാസം ജീവിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? ഇവർ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ആദ്യം ആ തീശൂളിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ സഹനത്തെ ഓർത്ത് അവർ കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. അത് എളുപ്പമുള്ള കാര്യമാണോ? അല്ല. നമ്മുടെ ജീവിതങ്ങളിൽ പെട്ടെന്നൊരു പ്രതിസന്ധി വരികയാണ്, പെട്ടെന്നൊരു പരാജയം. ഈ സമയത്ത് ആർക്ക് സ്തുതിക്കാൻ പറ്റും? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. ഒരു പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവമാണ് അനുവദിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ പ്രതിസന്ധിയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു മകന്റെ, ഒരു മകളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരാതിരിക്കുകയില്ല. ഞാൻ ഓർക്കുന്ന സംഭവം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2 വർഷം മുമ്പ്, ഏകദേശം 1.5-2 വർഷം മുമ്പ് ഞാനൊരു ധ്യാന സമയത്ത് മച്ചാടെന്ന പള്ളി ധ്യാനിപ്പിക്കുമ്പോൾ എനിക്ക് ഉദര സംബന്ധമായ വേദന വന്നു. എൻ്റെ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടേഴ്സ് ആ സമയത്ത് പെട്ടെന്ന് പറഞ്ഞു, അപ്പൻഡിക്സ് ആണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്കൊരു സ്വഭാവം കർത്താവ് നൽകിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദീപു ബദർ എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ഏത് പ്രതിസന്ധിയിലും, എൻ്റെ കുടുംബം ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്, എൻ്റെ വൈഫ് സീന, ഞങ്ങൾക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മുട്ടുകുത്തി ആദ്യമേ സ്തുതിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിച്ചുള്ളത്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പൻഡിക്സ് ആണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ ഞാൻ മുറിയിൽ വന്ന് ഞാൻ കട്ടിലുമേ കയറി ആദ്യം തന്നെ ചെയ്ത് കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. കർത്താവെ, ഓപ്പറേഷൻ നൽകിയതിനോർത്ത് കർത്താവെ ഞാൻ ഇങ്ങനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ അവിടെയുള്ള ചിലരൊക്കെ പറഞ്ഞു, എന്ത് മണ്ടത്തരമാണ് ഓപ്പറേഷന് ഓർത്ത് സ്തുതിക്ക്, ഇത് വേദനയുള്ള കാര്യം, നിസ്സാര കാര്യമല്ല ഓപ്പറേഷൻ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ സമയത്ത് ഞാൻ സ്തുതിച്ചു. ഓപ്പറേഷൻ സമയത്ത് ഡോക്ടേഴ്സ് എൻ്റെ വൈഫിനെ വിളിച്ചു, മക്കളെ വിളിച്ചു പറഞ്ഞു, വലിയൊരു പ്രതിസന്ധിയുണ്ട്,
ഇത് അപ്പൻഡീസ് ഓപ്പറേഷനാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ഉദരം തുറന്നു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്, ഇതാ ഉദരത്തിൽ ഒരു ട്യൂമറുണ്ട്. അത് അവരുടെ നിഗമനപ്രകാരം അത് ക്യാൻസറാണ്. പ്രിയപ്പെട്ടവരെ, അവർ ഇപ്രകാരമാണ് പറഞ്ഞത്, ഈ അപ്പൻഡീസ് വന്നില്ലായിരുന്നെങ്കിൽ ഈ ട്യൂമർ കാണുമായിരുന്നില്ല. കരങ്ങളെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ചില സഹനങ്ങളാണ് ചില വഴികൾ നമുക്ക് തുറക്കുന്നത്. ചില കണ്ണുനീരാണ്. അപ്പൻഡീസ് വന്നില്ലായിരുന്നെങ്കിൽ അതിന്റെ ഉള്ളിലിരുന്ന് ആ ട്യൂമർ വളർന്ന് ആ ക്യാൻസർ സ്പ്രെഡായി എന്റെ ജീവിതം കഴിയുമായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ വലിയൊരു പ്രതിസന്ധിയാണ് അപ്പോഴും. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിച്ചു. കാരണം എനിക്കറിയാം 138 സങ്കീർത്തനം കർത്താവ് എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം കർത്താവ് നിറവേറ്റും. എനിക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. അതിലൂടെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ നിറവേറാതിരിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ മുന്നിൽ മല പോലെ രോഗപീഠയുണ്ടെങ്കിലും ആ മലയെ തകർക്കാനുള്ള ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഞാൻ ആ ബെഡ്റൂമിൽ കിടന്ന് ആ ഹോസ്പിറ്റൽ മുറിയിൽ കിടന്ന് കരം ഉയർത്തി എൻ്റെ കർത്താവിനെ സ്തുതിച്ചു. കരങ്ങളുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രതിസന്ധികളെ ഓർത്ത് 2 കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴുള്ള ഞെരുക്കങ്ങളെ ഓർത്ത്, വേദനകളെ ഓർത്ത്, ഒറ്റപ്പെടലിനെ ഓർത്ത്, സങ്കീർണമായ പ്രതിസന്ധികളെ ഓർത്ത്, കുടുംബ പ്രതിസന്ധികളെ ഓർത്ത്, മാറാ കടബാധ്യതകളെ ഓർത്ത്, വേദനകളെ ഓർത്ത്, പരാജയങ്ങളെ ഓർത്ത്, നഷ്ടങ്ങളെ ഓർത്ത് യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ. അനേക ജീവിതങ്ങളെ പുതിയ വഴികൾ തുറക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതകരമായി, ഞാൻ സാക്ഷിയോട് പറഞ്ഞ അത്ഭുതകരമായി കർത്താവിനെ സൗഖ്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ തന്നെയായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ, വലിയൊരു ഓപ്പറേഷനോട് കർത്താവിനെ കടത്തിവിട്ടു. അതിനുശേഷം പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി എൻ്റെ ശരീരത്തിന്മേൽ ചലിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി 1:2 ആഴിയുടെ മേൽ ചലിച്ച പരിശുദ്ധാത്മാവ്, മർക്കോസ് മലയിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ചലിച്ചു. റോമ 4:17 അസ്തിത്വമില്ലാത്തക്ക് അസ്തിത്വവും ജീവനില്ലാത്തക്ക് ജീവൻ നൽകുന്നവനായ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് പുതുജീവൻ നൽകി. വീണ്ടുമുള്ള ബയോപ്സി റിപ്പോർട്ടിൽ ക്യാൻസർ ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ ശരീരത്തിന് കർത്താവ് 1.5 വർഷം കൊണ്ടാണ് പുറത്തേക്ക് കിടക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാൽ 6 മാസം കൊണ്ട് കർത്താവ് പുതുജീവൻ നൽകി. അനേകം വേദികളിലേക്ക് സുവിശേഷമായി എന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും കർത്താവ് ഇപ്പോൾ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ചലിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ കർത്താവിനെ അവർ സ്തുതിച്ചു, കർത്താവിനെ അവർ ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ശാലോമിൽ വായിച്ചിട്ടുള്ള ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു വ്യക്തി, റോബിൻസൺ ക്രൂസോ എന്നാണ് ആ വ്യക്തിയുടെ പേര്. റോബിൻസൺ ക്രൂസോ പെട്ടെന്ന് ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു. വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. എന്നാൽ ആ വ്യക്തി എങ്ങനെയോ ഒരു അജ്ഞാത ദ്വീപിൽ ചെന്നുപെട്ടു, മരിച്ചില്ല. ആ വ്യക്തി ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കർത്താവിനെ പ്രാർത്ഥിക്കും, നന്ദി പറയും, സ്തുതിക്കും. അങ്ങനെ റോബിൻസൺ ക്രൂസോ അജ്ഞാത ദ്വീപിൽ ഒരു കുടിൽ കെട്ടി ജീവിക്കുകയാണ്. ഭക്ഷണം കഴിക്കണ്ടേ, അപ്പോൾ മീൻ പിടിക്കാൻ പോകും. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കർത്താവേ, എന്റെ ഭാര്യ മക്കൾ എനിക്ക് കാണണം, എന്നെ തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ ഒരു സാധ്യതയില്ല, കാരണം ഒരു അജ്ഞാത ദ്വീപാണ്. അവിടെ കപ്പലോ മറ്റൊന്നും വരില്ല. സമയത്തൊരു ദിവസം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ, മീൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുന്നത് തീപിടുത്തമാണ്. എവിടെ? സ്വന്തം കുടിൽ കത്തിപ്പോയി. ഇതാ റോബിൻസൺ ക്രൂസോ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു, കർത്താവേ, എന്റെ ജീവിത പങ്കാളി എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി. ഇപ്പോൾ ആകെയുണ്ടായിരുന്ന എന്റെ കുടിലിപ്പു കത്തിപ്പോയി. എങ്കിലും ഞാൻ ഇതിനെ ഓർത്തും എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. കരങ്ങളുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 2 കരം ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ ചില പരാജയങ്ങൾ ഓർത്ത് വേദനിക്കുന്ന ചില വ്യക്തികൾ ഇതിലുണ്ട്. ചില നഷ്ടപ്പെടലുകൾ, ചിലത് എനിക്ക് കിട്ടിയില്ലല്ലോ, വേദനിക്കരുത്. കർത്താവ് നിനക്കായി ഏറ്റവും നല്ലത് നൽകാൻ പോകുന്നു. കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇവർക്ക് സ്വർഗത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കണമേ, സ്വർഗത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കണമേ. ഏറ്റവും ബെസ്റ്റ് ദൈവം നൽകുന്നത് ഏറ്റവും നല്ലതായിരിക്കും പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ലതായിരിക്കും. എന്ത് സംഭവിച്ചെന്നറിയോ? അങ്ങനെ അയാൾക്ക് കിടക്കാൻ പിന്നെ സ്ഥലമില്ല. കുറ്റിക്കാട്ടിൽ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞ് അയാൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഒരു ശബ്ദം കേട്ട് എഴുന്നേൽക്കുകയാണ്. നോക്കിയപ്പോൾ ധാരാളം വ്യക്തികൾ അവിടേക്ക് വന്നു വീണു. അപ്പൊ നോക്കുമ്പോൾ ഒരു കപ്പിത്താനുണ്ട്, ഒരു കപ്പൽ അവിടെ അടുത്തിരിക്കുന്നു. ആ വ്യക്തി ചോദിച്ചു അതിശയപ്പെട്ട്, എങ്ങനെയാണ് നിങ്ങൾ ഞാൻ ഇവിടെ ഉള്ളത് അറിഞ്ഞത്?
അവർ പറഞ്ഞു, ഞങ്ങൾ അകലങ്ങളിലൂടെ കപ്പൽ പോകുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതാ നോക്കിയപ്പോൾ ഇതാ ഈ ദ്വീപിൽ നിന്ന് ഒരു പുക ഉയരുന്നത് കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരുകളുടെ സഹനത്തിന്റെ പുക ഉയരുന്നത് സ്വർഗം കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള രക്ഷാകര പദ്ധതി ദൈവം ഇത് നടപ്പിലാക്കാൻ പോകുകയാണ്. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ഒരു അഭിഷേകം വരുന്നുണ്ട്. കരമേറ്റുന്ന സ്തുതിച്ച് ഹല്ലേലൂയ. മൈറ്റി പവർ, ഹോളി സ്പിരിറ്റ്, ദൈവശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഗ്ലോറി ഈശോയെ. അനേകം വ്യക്തി ജീവിതങ്ങൾ എനിക്ക് പറയാനുണ്ട്. സഹനങ്ങളെ ഓർത്ത് എന്ത് ചെയ്യണം? സ്തുതിക്കണം. പരാജയങ്ങളെ ഓർത്ത് എന്ത് ചെയ്യണം? നിരാശപ്പെട്ടു പോകരുത്, ദുഃഖിച്ചു പോകരുത്, വേദനിച്ചു പോകരുത്. ഓരോ പ്രതിസന്ധിയിലൂടെയും ദൈവം നമുക്കായി പുതിയ വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. ബ്രദർ, ഹല്ലേലൂയ. യെസ്. രണ്ടാമത്തെ സന്ദേശം എന്താണ്? രണ്ടാമത് ദാനിയേൽ 3:6 അതിൽ അവർ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. വചനം ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ നിയമം ലംഘിച്ചു, പാപത്തിൽ മുഴുകി, അങ്ങയിൽ നിന്ന് അകന്നു പോയി തിന്മ പ്രവർത്തിച്ചു. എന്താണ് ആ കൂട്ടുകാർ പറയുന്നത്? അവർ അനുദപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലൂക്ക 15:7 അനുദപിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അനുതാപമില്ലാത്ത ആത്മീയതയല്ല. ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ പൊട്ടിക്കരയും, അവിടെ നിലവിളി ഉയരും. ഞാൻ കണ്ട കാഴ്ച, മെഡ്ജുഗുരിയിൽ പോയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അവിടെ ദൈവസ്ഥാനം നിറഞ്ഞു നിൽക്കുന്നു. അവിടെ ധാരാളം യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ വന്ന് അപ്പാരേഷൻ ഹില്ലിലും ദേവാലയത്തിലും ഇരുന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ണുകൾ കൊണ്ട് കണ്ടു. അവർക്കൊരു കുറവുമില്ല. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, ഒരു കുറവില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ അവർ ഇരുന്ന് അവരെ പൊട്ടിക്കരയുന്നുണ്ട്. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതങ്ങളിൽ അനുദിനം ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു കണ്ണുനീർ, ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മുടെ കർത്താവിന് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ തിരുഹൃദയം അപ്പോൾ നമുക്ക് വേണ്ടി തുറന്നിരിക്കും. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. അവിടെ നിന്ന് ചുടുചോര പരിശുദ്ധ രക്തം, ഫെബ്രുവരി 9-14 പരിശുദ്ധാത്മ നിറഞ്ഞ പരിശുദ്ധ രക്തം ഇതാ നമ്മളിലേക്ക് ഒഴുകി വർഷങ്ങളായി നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്ന പാപചങ്ങലകളെ കർത്താവ് പൊട്ടിക്കാൻ പോകുകയാണ്. കരങ്ങളെ ഉയർത്തി വിളിച്ചേൻ യേശുവേ. പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് വിളിക്കുന്നു യേശുവേ, യേശുവേ. അപ്പോസ്തല പ്രവർത്തനം 22:16 യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ച് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. യേശു നാമം വിളിക്കാതെ പാപവിമോചനമില്ല പ്രിയപ്പെട്ടവരെ. അവന്റെ നാമം പാപവിമോചനത്തിനുള്ള നാമമാണ്. നമ്മുടെ പാപ പരിഹാര ബലിയാണ് യേശു. 1 യോഹന്നാൻ 2:2. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മൾ അനുദപിക്കണം. ഏറ്റവും വലിയ ഡെലിവറൻസ് എപ്പോഴാണ് സംഭവിക്കുന്നത്? പിശാച് ഒരു വ്യക്തിയെ ഇങ്ങനെ മുറുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഗ്ലാസ് പിടിക്കുകയാണ്. ഈ ഗ്ലാസ് ഒരു വ്യക്തിയാണ്. ഇതുപോലെ പിശാച് ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഒരു നുഖമാണത്. നമ്മളെ കന്നുകാലികളൊക്കെ കയറുകൊണ്ട് കെട്ടി കുറ്റിയിൽ കെട്ടിയിടും. ആ കന്നുകാലിക്ക് ആ കോമ്പൗണ്ട് വിട്ട്, ആ പരിധി വിട്ട് പോകാൻ പറ്റില്ല. ഇതുപോലെ അനേകം വ്യക്തി ജീവിതങ്ങളെ പിശാച് കെട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ആ കെട്ട് പൊട്ടുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ പൊട്ടുന്നത്, നമ്മളുടെ ജീവിതത്തിലുള്ള കെട്ടുകൾ പൊട്ടുന്നൊരു സമയം, അത് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ പ്രകാരം, കർത്താവേ, ഞാൻ എൻ്റെ ജീവിത പങ്കാളി വേദനിപ്പിച്ചല്ലപ്പാ, ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് പാപം ചെയ്തല്ലോ, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ പാപം ചെയ്തല്ലോ, ഞാൻ അവന്റെ കണ്ണുനീരിന് ഞാൻ കാരണമായല്ലോ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ആബാ പിതാവിന്റെ മുമ്പിൽ യേശുനാമം വിളിച്ച് പൊട്ടിക്കരയുന്ന ഒരു ദൈവ പൈതലിന്റെ മേൽ പിശാചിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവന്റെ കൈകൾ അവിടെ അറുത്ത് മാറ്റപ്പെടും. അവർ ദൈവ പൈതൽ അനുഗ്രഹിക്കപ്പെടും. അവൻ സ്വതന്ത്രമാക്കപ്പെടുക തന്നെ ചെയ്യും. കരങ്ങളുയർത്തി ശക്തിയോട് പറഞ്ഞു ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഹോൾഡുകൾ തകരണോ? നമ്മൾ അനുദപിക്കാൻ തുടങ്ങണം. നമ്മൾ അനുദപിക്കണം. ഞാൻ ഓർക്കുന്നു, എൻ്റെ വ്യക്തി ജീവിതത്തിൽ പാപത്തിൽ ജീവിച്ച, ലോകത്തിന്റെ അരൂപിൽ ജീവിച്ച് ഞാൻ ആത്മഹത്യയുടെ മുന്നിൽ വെച്ച് ഞാൻ യേശുവിനെ കണ്ടുമുട്ടുകയാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയുടെ കൃപയാൽ എൻ്റെ കർത്താവിനെ തൊട്ടു.
രാത്രിയുടെ യാമങ്ങളിൽ യേശുനാമം വിളിച്ചു. എന്റെ കർത്താവ് എന്നെ എന്നെ തൊട്ടു, എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. അതിനുശേഷം ഞാൻ ഒരു ധ്യാനം കൂടുകയാണ്. ധ്യാനത്തിൽ വെച്ച് ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവ് എനിക്ക് ചുരുൾ നിവർത്തി തരികയാണ്. ധൂർത്തിപുത്രന്റെ ഉപമ എന്നെ സ്പർശിച്ചു. പ്രിയപ്പെട്ടവരെ, ധൂർത്തിപുത്രൻ എല്ലാം തകർത്തവനാണ്, എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവനുള്ള സകല കൃപകളും അവൻ വേസ്റ്റാക്കി കളഞ്ഞു. അവന് സമ്പത്ത് എന്ന് പറഞ്ഞ അവന് നന്മകളായിരുന്നു, അതെല്ലാം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും അവന്റെ അപ്പനായ ദൈവം അവനെ കാത്തിരുന്നു. കരങ്ങളുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ എന്തുമാത്രം കുറവുള്ളവരാകട്ടെ, എന്തുമാത്രം വീണുപോയവരാകട്ടെ, ഇന്നലെ വരെ വീണുപോയ വ്യക്തികൾ ഇതിലുണ്ട്. നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല സമ്പത്തുമായി കാത്തിരിക്കുകയാണ്. നമ്മളൊന്ന് തിരിച്ചു ചെല്ലാൻ നമ്മുടെ ദൈവം നമ്മെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശബ്ദം ഇതാ കടന്നു വരുന്നു. ധൂർത്തപുത്രൻ ഇതാ കാത്തിരിപ്പിനുള്ള അവസരത്തിലേക്ക് കടന്നു വരികയാണ്. അവന് സുബോധമുണ്ടായി. അവൻ കണ്ണുകളുയർത്തി നോക്കി. അവൻ ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞു. അവൻ തിരിച്ചു നടക്കുകയാണ്. എങ്ങനെയാണ് ധൂർത്തപുത്രൻ തിരിച്ചു നടന്നത്? അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തിയുള്ളകൾ വന്നു. അവൻ ഇപ്രകാരം പറഞ്ഞു: പിതാവേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി. കരങ്ങളുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവനാണ് കർത്താവ് എല്ലാം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, അവനാണ് പിതാവിന്റെ കെട്ടിപ്പിടുത്തം, ചുംബനം, വിശുദ്ധിയുടെ വസ്ത്രം, മുദ്രമോതിരം, അധികാരത്തിന് മുദ്രമോതിരം, ഏറ്റവും നല്ല ഭക്ഷണം, അതെല്ലാം ധൂർത്തപുത്രനുള്ളതാണ്. ആരെല്ലാം അനുദപിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ, ആരെല്ലാം അനുദപിക്കാൻ തയ്യാറാകുന്നുണ്ടോ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം. നമ്മെ യോഗ്യരാക്കാൻ വേണ്ടിയാണ് യേശു പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുള്ളത്. അപ്പോസ്തല പ്രവർത്തനം 2:37-38 വചനം. ആദ്യ ക്രൈസ്തവ സമൂഹം പത്രോസിന് ചോദിച്ചു: പത്രോസേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു: നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അനുതാപത്തിന്റെ കണ്ണുനീർ എവിടെ ഒഴുകുന്നുണ്ടോ അവിടെ അഭിഷേകത്തിന്റെ നിറവുണ്ട്. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സംസാരിക്കണമേ, 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 സംസാരിക്കണമേ. പാപത്തിന്റെ മുഖങ്ങളെ തകർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി കടന്നു വരട്ടെ. മദ്യപാനത്തിന്റെ, വ്യഭിചാരത്തിന്റെ, ഗ്ലോഫിലിമിന്റെ സകല പാപ മ്ലേച്ഛതകളുടെ മുഖങ്ങളെ തകർക്കണമേ. അനുതാപ കണ്ണുനീർ നൽകണമേ. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ ചങ്ങലകളെ തകർക്കണമേ. ഭിന്നതയുടെ ചങ്ങലകളെ തകർക്കണമേ. എതിർചിന്തകളെ തകർക്കണമേ. എല്ലാ ലോകത്തിന്റെ നൈമിഷ സുഖങ്ങൾക്ക് വേണ്ടി ദാഹത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കണമേ. പരിശുദ്ധാത്മാവേ, ആഞ്ഞു വീശണമേ. ഈ മക്കളോട് സംസാരിക്കണമേ. അഭിഷേകത്തിന് നദി ഇവിടെ തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. വർഷങ്ങളായി ഇവിടെ അടക്കി ഭരിക്കുന്ന പാപത്തിന്റെ ചങ്ങലകൾ യേശുനാമത്തിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ നിർവീര്യമാക്കപ്പെടട്ടെ. ഗ്ലോറി, ഗ്ലോറി പരിശുദ്ധാത്മാവേ, ഗ്ലോറി പരിശുദ്ധാത്മാവേ, ഗ്ലോറി പരിശുദ്ധാത്മാവേ. ഞാൻ ഓർക്കുന്നു, ജെല്ലിപ്പാറ ഇടവകയിൽ നടന്നൊരു ധ്യാനത്തിൽ കഴിഞ്ഞ മാസത്തിൽ ഇപ്രകാരം ഞാൻ പറഞ്ഞു സ്തുതിപ്പിച്ചു. ശേഷം ഒരു സഹോദരി കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പരിശുദ്ധൻ പറഞ്ഞത്? പരിശുദ്ധൻ പറഞ്ഞു, ആ സഹോദരി പറയാണ്, ഞാൻ എൻ്റെ ഭർത്താവിനോട് ഞാൻ വർഷങ്ങളായി ഞാൻ വെറുപ്പിലാണ്, വിദ്വേഷത്തിലാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു വിടുതൽ നൽകി. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനോട് നീ ക്ഷമിക്കുക. ക്ഷമിക്കാൻ പറയുന്ന പരിശുദ്ധാത്മാവ് തന്നെ ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് നൽകും. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. അനേകം വ്യക്തികൾ കർത്താവ് ക്ഷമിക്കാനുള്ള കൃപ ഇവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങൾ വീശി കാണിച്ചാൽ പരിശുദ്ധാത്മാവ് ഇവിടെ ചലിക്കുന്നുണ്ട്. അനേകം വ്യക്തികൾക്ക് അവഗണനയുടെ മുറിവുകളുണ്ട്. കരം ഉയർത്തിപ്പിടിക്കുക. അവഗണന, എന്നെല്ലാവരും അവഗണിക്കുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നല്ലോ കർത്താവേ. വിഷമിക്കരുത്, നിന്റെ കൂടെ കർത്താവ് ഉണ്ട്. നീ ഒരിക്കലും ഒറ്റപ്പെട്ടവളല്ല, അവനല്ല. നീ കർത്താവിന്റെ പൊന്നുമകനാണ്. നിന്നെ ഇവിടെ സൃഷ്ടിച്ച കർത്താവ് ഒരു വീരയോദ്ധാവിനെ പോലെ, ജെറമിയ 20:9 നിന്റെ കൂടെയുണ്ട്.
അതുകൊണ്ട് ഭയപ്പെട്ടു പോകരുത്. അവഗണിക്കപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തൊട്ട് സൗഖ്യം നൽകാൻ പോകുന്നു. കരമേറ്റി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി പരിശുദ്ധാത്മാവേ, ഗ്ലോറി പരിശുദ്ധാത്മാവേ. അവഗണിക്കപ്പെട്ടവരെ മുറിവുകളെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കണമേ. ലോർഡ് അനോയിന്റിംഗ്, ഗ്ലോറി 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 പരിശുദ്ധാത്മാവേ, ഗ്ലോറി പരിശുദ്ധാത്മാവേ, ഗ്ലോറി പരിശുദ്ധാത്മാവേ, ഗ്ലോറി. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. അതെന്താണ്? ദാനിയേൽ 3:10. ഇപ്പോഴാകട്ടെ വായ് തുറക്കുന്നതിന് പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. ലജ്ജയും അപമാനവും അങ്ങയുടെ ദാസരെയും ആരാധകരെയും ബാധിച്ചിരിക്കുന്നു. അവർ എന്താണ് ചെയ്യുന്നത്? അവർ അവരുടെ അവസ്ഥ കർത്താവിനോട് തുറന്നു പറയുകയാണ്. നമ്മുടെ അപ്പനായ ദൈവത്തിന് നമ്മുടെ ചെറിയ വേദനകളും വലിയ വേദനകളും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഒരു വേദന നമ്മുടെ കൂട്ടുകാരടുത്ത് പറയണമെന്നൊരു ആഗ്രഹമില്ലേ? ഉണ്ടോ? ഉണ്ടായിരിക്കും. കേൾക്കുക എന്നുള്ളത് വളരെ ഒരു കൃപയാണ്. എന്നാൽ ദൈവം വലിയ കൂട്ടുകാരനാണ്. ആ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ മുറിയിൽ കടന്ന്, പ്രാർത്ഥന മുറിയിൽ കടന്ന് വാതിലടച്ച് ഒരു കൂട്ടുകാരനെ പോലെ നിങ്ങളുടെ എല്ലാ വേദനകളും എല്ലാ കഷ്ടപ്പാടുകളും കണ്ണുനീരുകളും ജീവിക്കുന്ന ദൈവത്തോട് തുറന്ന് പറയുക. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. അവിടെ ദൈവം പ്രവർത്തിക്കും, അവിടെ ദൈവം അത്ഭുതം ചെയ്യും. കർത്താവ് സ്നേഹനദിയാണ് പ്രിയപ്പെട്ടവരെ. ലുങ്കിനോസ് ഇതാ കർത്താവ് കുരിശിൽ കിടന്ന് മരിച്ചു, തന്റെ ജീവിത ബലി നമുക്ക് വേണ്ടി നൽകി, അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി നൽകി. ആ ലുങ്കിനോസ് എന്ത് ചെയ്തു? റോമൻ പട്ടാളക്കാർ എന്ത് ചെയ്യുന്നറിയൂ? തന്റെ കുന്തമെടുത്ത് ഇതാ യേശുവിന്റെ തിരുവിലാവിൽ കുത്തി. അവിടെ നിന്ന് എന്ത് ഒഴുകി? രക്തമൊഴുകി. അവനൊരു കണ്ണ് കാഴ്ചക്കുറവായിരുന്നു. ആ രക്തം, അവസാന തുള്ളി രക്തവും യേശു പാപികളുടെ മാനസാന്തത്തിന് വേണ്ടി ഒഴുക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. അവൻ മാനസാന്തരപ്പെട്ടു പ്രിയപ്പെട്ടവരെ. ലുങ്കിനോസ് മാനസാന്തരപ്പെട്ടു. സഭ പഠിപ്പിക്കുന്നു അവൻ പിന്നീട് ഒരു രക്തസാക്ഷിയായി മാറി. ഹല്ലേലൂയ. അവന്റെ വീട്, ഭവനം ലാൻസാനിയോ എന്ന ഇറ്റലിയിലുള്ള ഒരു പട്ടണമാണ്. ലാൻസാനിയോ റോമൻ പട്ടാളക്കാരനായിരുന്നു. പിന്നീട് 7-ാം നൂറ്റാണ്ടിൽ ആണ് അവിടെ ഏറ്റവും വലിയൊരു ദിവ്യകാരണ അത്ഭുതം നടന്നത്. പ്രിയപ്പെട്ടവരെ, പാപികൾ മാനസാന്തരപ്പെടുമ്പോൾ ദൈവത്തിന്റെ കരുണ വെളിപ്പെടും. ഇതാ അവനെ പോലും കർത്താവ് തള്ളിക്കളഞ്ഞില്ല. തന്നെ കുത്തിയവനെ പോലും യേശു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇവിടെ കർത്താവ് പറയാണ്, നീ എന്റെ വിഷമങ്ങൾ എന്നോട് പറ, നിന്റെ വേദന എനിക്ക് കേൾക്കണം. നീ എന്റെ പൊന്നുമോളാണ്, നീ എന്റെ പൊന്നുമകനാണ്. നിന്റെ കണ്ണുനീരുകള് നീ അനേകരോട് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, നീ എന്തുകൊണ്ട് എന്നോട് പറയുന്നില്ല? ഞാനാണ് നിനക്ക് പരിഹാരം. യേശു ക്രിസ്തുവാണ് നമുക്ക് പരിഹാരം എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ് യേശു എന്റെ പരിഹാരമാണ്, യേശുവിന്റെ പരിഹാരമാണ്, യേശുവിന്റെ രക്ഷയാണ്, യേശുവിന്റെ രക്ഷയാണ്, യേശുവിന്റെ സൗഖ്യമാണ്, യേശുവിന്റെ സൗഖ്യമാണ്, യേശുവിന്റെ വിടുതലാണ്, യേശുവിന്റെ വിടുതലാണ്, യേശുവിന്റെ നിത്യജീവനാണ്, യേശുവിന്റെ നിത്യജീവനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശാലോം, അന്ന് ടെലിവിഷൻ വന്നിട്ടില്ല, ശാലോം ടെലിവിഷൻ മുൻപ് ശാലോം മീഡിയ തുറന്നിട്ടില്ല. ബുക്ക് ശാലോം ടൈംസ് എഴുതി തുടങ്ങി. സമയം ശാലോമിന്റെ ഓഫീസൊക്കെ ഒരു ചെറിയൊരു സ്ഥലത്തായിരുന്നു, ഒരു പഴയ വീട്ടിലായിരുന്നു. സമയം ബെന്നി സാറിന് കർത്താവ് ആലോചന കൊടുത്തു, ഒരു ഓഫീസ് ഞാൻ നൽകാൻ പോകുന്നു, ഓഫീസ് ബിൽഡിംഗ് പണിതുകൊള്ളുക. സമയം എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ മനോഹരമായൊരു പ്ലാനൊക്കെ വരച്ച് ഓഫീസിന്റെ ബിൽഡിങ്ങിനുള്ള തറപ്പണി തുടങ്ങി. പൈസയൊന്നും കയ്യിലില്ല, പക്ഷെ കർത്താവ് പറഞ്ഞല്ലേ കർത്താവ് പൈസ തരും. കർത്താവാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ കർത്താവ് പൈസ തരും. അങ്ങനെ തറപണി കഴിഞ്ഞു. തറപണി കഴിഞ്ഞപ്പോൾ പൈസ കഴിഞ്ഞു അക്കൗണ്ടിലെ. അങ്ങനെ ഇവർ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് പൈസ തരണം, പൈസ തരണം. എന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. നമ്മൾക്കും ഇപ്രകാരം അബദ്ധം പറ്റാറുണ്ട് പ്രിയപ്പെട്ട. അങ്ങനെ അവസാനം 1.5 വർഷം കഴിഞ്ഞ് എല്ലാവരും മടുത്തു പ്രാർത്ഥിച്ച്, വിശ്വാസത്തിൽ കണ്ടു പ്രാർത്ഥിച്ചു, എല്ലാ അടവുകളും പറ്റി, എന്നിട്ടൊന്നും സംഭവിക്കുന്നില്ല. വിശ്വാസത്തിൽ നമ്മൾ കണ്ട് പ്രാർത്ഥിക്കണം. അത് വലിയൊരു വിശ്വാസത്തിന്റെ രഹസ്യമാണ്. ഫെബ്രുവരി 11, 22 പൂർവ്വ ജോസഫ് താൻ മരിച്ചു കഴിഞ്ഞ ശേഷം, വർഷങ്ങൾക്ക് ശേഷം തന്റെ അസ്ഥികൾ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നത് വിശ്വാസത്തിൽ കണ്ട് പ്രവചിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ അത് സംഭവിക്കും. 2 കൊരിന്ത്യർ 5:7 ഞാൻ ഐക്യപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. നമ്മൾ വിശ്വാസത്താൽ കാഴ്ച കാണുകയാണെങ്കിൽ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവരെല്ലാ വിധത്തിലും പ്രാർത്ഥിച്ചു, നടക്കുന്നില്ല. അങ്ങനെ ബെന്നി സാറ് തകർന്നു തരിപ്പണായി.
മിനിസാർ അങ്ങനെ രാത്രിയിൽ കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ചു. കർത്താവിന്റെ നിലവിളിച്ച ശേഷം രാത്രി ഉറങ്ങിയിട്ടില്ല. ശേഷം മിനിസാർ എന്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. പാതിരാത്രി സമയം, ആരുമില്ല. അങ്ങനെ ആ ഓഫീസ് പണിയുന്ന ആ പെരുവണ്ണാമണിയുള്ള ആ സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് ആ തറ അവർ പണിതിട്ടിരിക്കുകയാണ്. ആ തറയമ മുട്ടുകുത്തി കരം ഉയർത്തി പറഞ്ഞു, കർത്താവേ, അങ്ങ് പറഞ്ഞിട്ടാണ് ഇത് പണിയുന്നത്. ഇപ്പോൾ സമ്പത്തില്ല, ഞങ്ങൾ വളരെ വേദനയിലാണ്. അങ്ങയുടെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. നിലവിളിക്കാൻ തുടങ്ങി. സമയം ഒരു മൃദു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇപ്രകാരമാണ്: കെട്ടിടം പണിയാൻ എന്റെ ഹിതം നീ അന്വേഷിച്ചു എന്ന് ശരിയാണ്, പക്ഷെ കെട്ടിടത്തിന്റെ പ്ലാൻ വരച്ചപ്പോൾ എന്റെ ഇഷ്ടം നീ അന്വേഷിച്ചില്ല. കർത്താവ് പറഞ്ഞു, നീ നടപ്പാക്കാൻ പോകുന്നത് നിന്റെ പ്ലാനാണ്. നിന്റെ പ്ലാനാണ് നീ നടപ്പാക്കാൻ പോകുന്നത്. നീ പ്രാർത്ഥിക്കാൻ എന്തിനാണ് വന്നിരിക്കുന്നത്? നിന്റെ പ്ലാൻ നടപ്പാക്കാനാണ്. കർത്താവ് പറയാണ്, ഞാൻ ആശീർവദിക്കുന്നത് എന്റെ പ്ലാനിനെ മാത്രമേ ഞാൻ ആശീർവദിക്കുകയുള്ളൂ. കരങ്ങളെത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ പദ്ധതികളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. കൈമാറ്റം ചെയ്യുക ഹല്ലേലൂയ. പദ്ധതികൾ കർത്താവിന് കൊടുക്കുക ഹല്ലേലൂയ. അവിടെ കർത്താവ് പ്രവർത്തിക്കും. നമ്മുടെ ഇഷ്ടം, നമ്മുടെ പദ്ധതി, നമ്മുടെ ആലോചന നോ ചെയ്യരുത്. കർത്താവിന് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ പ്ലാനാണ് നിനക്ക് മഹത്വം കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ പ്ലാൻ നമ്മിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. നമ്മിലൂടെ ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് ഈ ലോകത്തിൽ ചെയ്തിട്ടേ നമ്മെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുകയുള്ളൂ. ഇപ്പോൾ ഒരു അഭിഷേകം ഇവിടെ വരുന്നുണ്ട്. കരമുയർത്തി ശക്തിയോടൊന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രകാശം കടന്നു വരട്ടെ. സ്വന്തം പദ്ധതികളെ, പ്ലാനുകളെ മാറ്റി എഴുതണമേ. ദൈവത്തിന്റെ പ്ലാനുകൾ കടന്നു വരണമേ. പ്രിയപ്പെട്ട, അങ്ങനെ കർത്താവിന്റെ പ്ലാൻ പ്രകാരം ബെന്നിസാർ പ്ലാൻ വരച്ചു. പ്ലാൻ വരച്ചതേ ഓർമ്മയുള്ളൂ. അക്കൗണ്ടിൽ നോക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പാവർട്ടിയിൽ നിന്നുള്ള ഒരു കുടുംബം ഇതാ ഫണ്ട് അയച്ചിരിക്കുന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴുള്ള മനോഹരമായ കെട്ടിടം കർത്താവ് അവർക്ക് തന്റെ പ്ലാനിലൂടെ ദാനമായി നൽകി. ഹല്ലേലൂയ. നമുക്കൊരു പ്ലാൻ ഉണ്ടോ? കർത്താവിന് കൊടുക്കും. നമ്മുടെ വീട്, നമ്മുടെ മക്കളെ കുറിച്ചുള്ള പ്ലാൻ, നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച്, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് കർത്താവിന് മനോഹര പദ്ധതിയുണ്ട്. നാലാമത് മനോഭാവം, ദാനിയേൽ 3:16, താഴ്മയുള്ളവരായിരിക്കുക. വചനം പറയുന്നു, പക്ഷെ മുട്ടാടുകളും കാളകളും 10,000 ആടുകളും കൊണ്ടുള്ള ബലിയാലെന്ന പോലെ പശ്ചാത്താപ വിവശമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടി അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. പ്രിയപ്പെട്ടവർ, ഞാൻ നേരത്തെ പറഞ്ഞ അനുതാപം അതും ഇതുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അനുതാപം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് എളിമയെ കുറിച്ചാണ്. മറിയത്തിന്റെ സ്തോത്രഗീതം പറയുന്നു, എളിയവരെ കർത്താവ് ഉയർത്തി. മറിയത്തിൽ നിറഞ്ഞു നിന്ന എളിമ, വിശുദ്ധന്മാർ നിറഞ്ഞു നിൽക്കുന്ന എളിമ, അതൊരു ജീവിത ശൈലിയാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മിൽ ഇട്ടുതരുന്ന ഒരു സ്വഭാവമാണ്. ആ എളിമയിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ സ്ഥിരമായി നമ്മളിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. എളിമയുള്ള ജീവിതങ്ങളെ കർത്താവ് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അധരങ്ങളിൽ നിന്ന് അഹങ്കാരത്തിന്റെ വാക്കുകൾ വരുന്നുണ്ടോ? ദൈവപ്രവൃത്തികളാകലും. നമ്മുടെ അധരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ? നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല ദൈവത്തിന്റെ പ്രവൃത്തിയെ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. എളിമയുള്ള ഒരു ദൈവ പൈതലിനെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിരിക്കും. ദാവീദ് എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു? 1 സാമുവേൽ 24 അവിടെ 12 മുതൽ 14 വരെ ദാവീദ് കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. അവൻ ഉറപ്പാണ്, ഞാനാണ് ഇസ്രായേലിന്റെ രാജാവ്. എന്നാൽ അപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്നത് സാവൂളാണ്. സാവൂളും കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയോ? ദാവീദിന്റെ കരങ്ങളിൽ കർത്താവ് സാവൂളിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്ത് വേണമെങ്കിൽ ചെയ്യാം ദാവീദിന്. നമ്മുടെ ശത്രുവിനെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്നാൽ കർത്താവ് ടെസ്റ്റ് ചെയ്യും. നിന്റെ മനോഭാവം എന്താണ്? നമ്മുടെ മനോഭാവത്തെ കർത്താവ് ടെസ്റ്റ് ചെയ്യും. ഒരു പാപ സ്വഭാവത്തെ, ഒരു പാപ സാഹചര്യങ്ങൾ ഇട്ടുതരും. അവിടെ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ അഹങ്കരിക്കാനുള്ള സാഹചര്യം നമുക്ക് നൽകും. അവിടെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കർത്താവ് നോക്കും. കർത്താവ് ദാവീദിനെ ടെസ്റ്റ് ചെയ്തു. സാവൂളിനെ വേണമെങ്കിൽ കൊല്ലാം. സമയം ദാവീദ് പറയുന്ന കാര്യമുണ്ട്,
എന്റെ കൈ അങ്ങയുടെ മേൽ പതിക്കുകയില്ല. അതുപോലെ ദാവീദിനെ സാവൂൾ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ദാവീദ് പറയുന്നത്, ഞാൻ അങ്ങയെ കൊല്ലുകയില്ല, ഞാൻ അങ്ങയെ ഒന്നും ചെയ്യില്ല. ശേഷം ദാവീദ് വീണ്ടും പറയാണ്, ആരെയാണ് അങ്ങ് അന്വേഷിച്ച് നടക്കുന്നത്? ഒരു ചത്ത പട്ടിയെയോ ഒരു ചെള്ളിനെയോ? എന്താണ് അതിന്റെ അർത്ഥം? ദാവീദ് നല്ലൊരു യോദ്ധാവാണ്, അവന്റെ കൂടെ 400 യോദ്ധാക്കളുണ്ട്, നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ സാവൂൾ എന്ന ആ അഭിഷിക്തന്റെ മുന്നിൽ ദാവീദ് എന്ന ചെറുപ്പക്കാരൻ എളിമപ്പെട്ടു പറഞ്ഞു, ഞാനൊരു ചത്ത പട്ടിയല്ലേ, ഞാനൊരു ചെള്ളല്ലേ? പ്രിയപ്പെട്ടവരെ, ആ ദാവീദിനെ കർത്താവ് വരും ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ രാജാവാക്കി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എളിമയുള്ളവരെ പരിശുദ്ധാത്മാവ് അധികം എളിമയിലേക്ക് നിങ്ങളെ നയിക്കാൻ പോകുകയാണ്. കരം ഉയർത്തിപ്പിടിച്ച് ശക്തിയോട് പറഞ്ഞു ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അഞ്ചാമത് കർത്താവ് നമുക്ക് നൽകുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? അത് മോചനമാണ്. അഞ്ചാമത്തെ രഹസ്യം ദാനിയേൽ 3:20. ഈ 4 ആറ്റിറ്റ്യൂഡിലൂടെ കടന്നുപോയ, മനോഭാവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയെ കർത്താവ് വിമോചിപ്പിക്കാൻ പോകുകയാണ്. വചനം പറയുന്നു ദാനിയേൽ 3:20, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ. കർത്താവ് അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. വലതുകരം ഉയർത്തി പറഞ്ഞേൻ, കർത്താവേ, കർത്താവേ. ശബ്ദമുയർത്തി, കർത്താവേ, കർത്താവേ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ. പിശാചിന്റെ കെണികളിൽ നിന്ന്, അടിമത്ത ചങ്ങലകളിൽ നിന്ന്, ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, തെറ്റായ സ്വഭാവ രീതികളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. ആദ്യം ദൈവത്തിന്റെ സന്നിധിയിൽ കീഴ്പ്പെടുക, കർത്താവിന്റെ കരങ്ങളിൽ ജീവിതം മുഴുവൻ സമർപ്പിക്കുക. പിന്നീട് സ്തുതിയുടെ ജീവിതത്തിലേക്ക്, നന്ദിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. രണ്ടാമത് അനുതാപ ഹൃദയത്തോടെ വ്യാപരിക്കുക. മൂന്നാമത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും കർത്താവിനോട് തുറന്ന് പറയുക. നാലാമത് എളിമയുള്ള ഒരു ഹൃദയം പരിശുദ്ധം നൽകുന്നു സ്വീകരിച്ച് എളിമയോടെ വ്യാപരിക്കുക. അഞ്ചാമത് കർത്താവ് നമുക്ക് വിമോചനം നൽകാൻ പോവുകയാണ്. 2 കരങ്ങളും യാചന രൂപത്തിൽ പിടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച മക്കൾ അന്തരം തുറന്ന് ഏറ്റു പറയുന്നു, കർത്താവായ യേശുവേ, ഇന്ന് ഞാൻ സ്വീകരിച്ച വചനങ്ങൾ, ജീവിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ ആത്മാവിലേക്ക് അങ്ങ് പകർന്ന വചനത്തിന്റെ അഭിഷേകത്തിനായി നന്ദി പറയുന്നു. ഈ വചനം നിത്യജീവൻ വരെ എന്റെ കൂടെ സഞ്ചരിക്കട്ടെ. സ്തുതിയുടെ അഭിഷേകം, നന്ദിയുടെ അഭിഷേകം എനിക്ക് നൽകണമേ. അനുതാപത്തിന്റെ ആത്മാവ് എനിക്ക് നൽകണമേ. ഹൃദയ പരമാർത്ഥതയുടെ അഭിഷേകം എനിക്ക് നൽകണമേ. എളിമയുടെ അഭിഷേകം എനിക്ക് നൽകണമേ. എന്നെ വിമോചിപ്പിക്കണമേ. കരമുയർത്തി യേശുവേ, എന്നെ വിമോചിപ്പിക്കണമേ, എന്നെ വിമോചിപ്പിക്കണമേ, എന്നെ വിമോചിപ്പിക്കണമേ.